പാലക്കാട് പട്ടാമ്പിയിൽ കൊപ്പം ദേശോത്സവത്തിനിടെ യുവാക്കൾ സംഘം തിരിഞ്ഞ് ഏറ്റുമുട്ടി. തമ്മിൽ തല്ലിയവരെ പിരിച്ചുവിടാൻ ഒടുവിൽ പോലീസിന് ലാത്തിയൊക്കെ വീശേണ്ടി വന്നു. രാത്രി 11:30ഓടെയാണ് ഈ സംഭവം. കാണുന്നതാണ് ദൃശ്യങ്ങൾ. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് നിന്ന്. ഗോകുൽ, കൊപ്പം ദേശോത്സവം ഏറെ പ്രസിദ്ധമാണ്. പല നാടുകളിൽ നിന്ന് ഈ ഉത്സവം കാണാൻ വേണ്ടി ആളുകൾ വരാറുണ്ട്. വലിയ ജനസഞ്ചയം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ സംഘർഷം നടക്കുമ്പോൾ ചുറ്റും ആനകളുണ്ട്. ഈ ഉത്സവത്തിനായി എത്തിച്ച ആനകളുണ്ട്. അവയൊക്കെ ഈ സംഘർഷത്തിൽ പരിഭ്രാന്തരായി ഇടഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഈ സംഘർഷത്തിലേക്കും തമ്മിൽ തല്ലിലേക്കും ഒക്കെ എത്തിയത്? അതായത് വിവിധ ദേശങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സമയത്താണ് കൊപ്പത്ത് വെച്ച് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഏതായാലും ആനകൾക്കൊന്നും ഇടഞ്ഞോടാഞ്ഞത് വലിയ ഭാഗ്യമായി. കാരണം അത്ര മാത്രം ഒരു പൊടി പാറുന്ന ഇടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് അത്രമാത്രം വലിയൊരു സംഘർഷം ഉണ്ടായി. ഇരു ദേശങ്ങളിൽപ്പെട്ടവർ സംഘം ചേർന്ന് പരസ്പരം മർദ്ദിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ സംഘർഷം അതിരുവിട്ടപ്പോൾ പോലീസ് ലാത്തി വീശിയാണ് ഇവരെ യുവാക്കളെ ഓടിച്ചത്. അതിൽ നമുക്ക് ഒരു ദൃശ്യത്തിൽ കാണാം, ഒരു യുവാവിന്റെ തല പൊട്ടി ചോര വരുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പോൾ അത്രമാത്രം വലിയ ഒരു തല പൊട്ടുന്ന രീതിയിലേക്കൊക്കെ സംഘർഷം നീങ്ങി. പക്ഷേ ഇപ്പോൾ ആശുപത്രിയിലൊന്നും ആരും ചികിത്സയിലില്ല. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് ഏതായാലും ആരൊക്കെയാണ് ഈ ഒരു സംഘർഷത്തിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു വരികയാണ്. പരാതികളൊന്നും തന്നെ ആരും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഈ സംഭവത്തിൽ ആരൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ്. ഇന്നലെ ഒരു സാഹചര്യം അറിയാലോ, എത്രയും പെട്ടെന്ന് ഈ സംഘർഷം ഒഴിവാക്കുക, അതിനുവേണ്ടി ഈ യുവാക്കളെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ലാത്തി അടക്കം വീശേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി. പക്ഷേ ഭാഗ്യം കൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഇത്രയധികം ആനകളൊക്കെ ഉള്ള ഒരു ഉത്സവമാണ്. അതിനിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഉത്സവം നടന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ശരി.